ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മേനു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് പോലെ ആയിട്ട് ഒരു ഗെയിം കളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അത് വെച്ചിട്ടുള്ളത്, അതായത് ആ ചലഞ്ചിന് നമ്മൾ വെച്ചിട്ടുള്ളത് വലിയ ടാസ്ക്കാണ്. പണിഷ്മെന്റ് മേനുവിന്റെ അതായത് കറക്റ്റ് പറഞ്ഞുതരാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഇരിക്കുമ്പോൾ ഓള് പറഞ്ഞ് നമുക്കൊരു ലൂഡോ ഗെയിം കളിക്കാം. ആ ഗെയിം നമ്മൾ അധികം ഗെയിം കളിക്കുന്നതാണ്, ഇങ്ങനെ വെറുതെ ഫ്രീ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ലൂഡോ കളിക്കും. ആ സമയത്ത് അവൾ പറഞ്ഞ് നമുക്ക് എപ്പോഴും നമ്മൾ എന്താ പറയുക, ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പന്തയം വെക്കും. അതായത് ഇപ്പൊ പറയും, ഞാൻ ജയിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ മിഠായിയാണ് നമ്മള് കൂടുതൽ വെക്കല്, ഡയറി മിൽക്ക് വാങ്ങിച്ചു. അങ്ങനത്തെ എല്ലാമാണ് വെക്കല്. അപ്പോൾ ഇപ്രാവശ്യം ഓള് വലിയൊരു ടാസ്ക് കണ്ടുപിടിച്ച്. അതെന്താണെന്ന് വെച്ചാൽ, അപ്പം വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓള് പറഞ്ഞ് ജയിച്ച് കഴിഞ്ഞാൽ മേനു ക്ലീൻ ഷേവ് അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്ലീൻ ഷേവ്. അപ്പം ഓള് പറഞ്ഞു അത് തന്നെ. ഞാൻ പറഞ്ഞു എന്നാൽ റൈഡ് ആക്കാം, വെക്കാം. പക്ഷെ എന്നാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നീ തലമുട്ട അടിക്കണം. അത്രയും മുടി ഗ്യാപ്പിൽ മുടി വെട്ടാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു മുട്ട അടിക്കണം. എന്താന്ന് സിംഗ പറഞ്ഞ മുട്ട തന്നെ അടിക്കണ്ടേ. ഞാൻ ഫുള്ള് ക്ലീൻ ഷേവ് അടിക്കണമെങ്കിൽ ഓക്ക് മുട്ട അടിക്കുന്നതിൽ ഇപ്പം എന്താ പ്രശ്നം? അങ്ങനെ തന്നെ നോക്കാം. നീ മുട്ട അടിക്കണം, അത് പറയും. അടിക്കോ? ഉറപ്പ് തന്നെയാ. എന്ത് അതെന്ത് അങ്ങനെ വേണമെങ്കിൽ നീ ആക്കിക്കോ. മുടി ചുറ്റിക്കെട്ടോ അല്ലെങ്കിൽ മുട്ടടിച്ച് സവാര കാണാൻ എന്ത് രസമുണ്ടോ, നല്ല ക്യൂട്ടായിരിക്കും. അപ്പം താടി പോയാൽ ഞാനും പിന്നെ അതും ക്ലീൻ ഷേവ് പറയുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിപ്പോയി. താടിയും മീശയും എല്ലാം പോകുന്ന പറയുമ്പോൾ ബേജാറായി പോകും. പിന്നെന്താക്കല്ലേ, ഓള് ഭയങ്കര വാശി, കളിക്കാം, നമുക്ക് കളിക്കണം അങ്ങനെ. കാരണം എപ്പോഴും അധികം ഓൾ തന്നെ ജയിക്കല്, ആളുള്ളൊരു കോൺഫിഡൻസ് ആണ്. നോക്കാം നമുക്ക്, ഇപ്രാവശ്യം ഞാൻ ജയിക്കും. അപ്പോളോ മുടി പോവും. എന്ത് ഓക്കെ, അപ്പം നമുക്ക് ഏറ്റെടുക്കാം. അപ്പം നമുക്ക് ലൂഡോ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെന്തായാലും ആ ഗെയിം നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ അതേപോലെ തന്നെ പെരുന്നാൾ വീഡിയോസിൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പെരുന്നാൾക്ക് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, ശരി തന്നെയാണ്. വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം പെട്ടെന്ന് ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി. ഫോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ആക്കാനും പിടിക്കാനും. എന്നാൽ ഫോൺ എടുക്കും ഇപ്പോൾ. ഇതാണ് ഡിസ്പ്ലേൻ്റെ അവസ്ഥ. എവിടെ നോക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ക്യാമറ ഇങ്ങനെ നിക്കലാ പണി എപ്പോഴും. ഇങ്ങനെ ക്യാമറ എടുക്കും, എന്നിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മൾ ചെറിയ വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുള്ളത്. അതിൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഒന്നാമത് ഞാൻ അതിലാണ് എഡിറ്റ് ചെയ്യല്. പിന്നെ ആൻഡ്രോയിഡിൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ആൻഡ്രോയിഡ് നല്ല തന്നെ ലാഗ് അടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൂഡോ ഇങ്ങനെ എടുത്ത് വെക്കും നമ്മള്. എന്താ റെഡ് മേനും യെല്ലോ പേരടിച്ച് വെച്ചോ. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ദ ബിഗ് ടാസ്ക് ചലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. നോക്കാം ആര് മുട്ടടിച്ച് നടക്കണ്, ആര് താടിയില്ലാണ്ട് പോകുന്നു എന്ന് നോക്കാം. പേടിയുണ്ട്, നല്ല ടെൻഷനുണ്ട്. ഓക്ക് സന്തോഷം നോക്കിയേ, ഇത് നോക്കണേനു എപ്പോഴും ഓള് ജയിക്കുന്നതിൻ്റെ അഹങ്കാരമാണ്. നോക്കാം. അപ്പോൾ നമുക്ക് ലൂഡോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കണ്ടില്ലേ? ഞാൻ നിക്കാം, ഇത് കാണൂല കളിക്കുന്നത്. മേനു ഇങ്ങനെ പിടിച്ച് കളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂട്ടിട്ടോ കാണുന്നുണ്ടാ? സ്റ്റാർട്ടാക്കി ഗൈസ്, സ്റ്റാർട്ടിങ് ഓളാണ്.
എന്താ അവിടെ തൊടാൻ പോണത്? 6 കിട്ടിയാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാനൊന്നുമില്ല. മുമ്പിലേക്കോ അങ്ങനെ തന്നെ. തെന്നിക്കളിയാണല്ലോ പുള്ളി. അയ്യോ ടെൻഷൻ ഉണ്ടല്ലേ ഓടുന്ന കണ്ടിട്ടല്ലേ? ഉണ്ട് ഉണ്ട്. Come on, come on. മോനെ വയ്ക്കോ? അയ്യോ അടങ്ങ്. കളി ഉണ്ടാവും ഇനിയും. പോവല്ലേ മോനെ അങ്ങനെ. അയ്യോ ഇടയ്ക്കിടയ്ക്ക് അനക്കല്ലേ ചൂടാ. എന്താ ഉണ്ടാവില്ല ഇനി പിടിക്കാൻ. ഒരു വിഷമം. ഉള്ളിൽ തന്നെ മാറ്റാണ്. ഇറങ്ങിക്കോ പോലെ. എത്ര നേരം ഉള്ളിൽ തിറക്കുന്നു. ഇറങ്ങ് മുട്ട അടിക്കാലോ നമുക്ക്. ഇറങ്ങിത്താടോ. എന്താണ് പോയിക്കോ അങ്ങനെ അങ്ങോട്ട് പോയിക്കോ. പോ മേനോ. നീ പോസ്റ്റ് ജയിക്കണ്ട. അതന്നെ എന്റെ മോനെ. അതെന്താ എന്റെ ഒറ്റക്ക് പോയതാണോ? ഒരുമിച്ചായിരുന്നല്ലേ. നിക്കവിടെ അതിനെ കൊണ്ട് പോവല്ലേ. വെയിറ്റ്. ഞാൻ നിൽക്കും. മുട്ട അടിക്കാൻ റെഡി ആയിക്കോ. ഞാൻ കത്രികയെല്ലാം കൊണ്ടത്.
അയ്യോ എന്റെ മോനെ അല്ലെങ്കിൽ ഒന്ന് എപ്പോഴും കിട്ടല്. എന്റെ മോനെ കിട്ടിയില്ല പോയി. മോനെ ഓടി വാടാ വേഗം പോ. എന്റെ മുടി മുട്ട അടിക്കാന്നല്ലേ മുട്ട അടിക്കാൻ നീ പറഞ്ഞേ, അതൊന്നും പറയല്ല. ഞാൻ വെട്ടാന്ന്. മുട്ട എന്താ കയ്യില് പറക്കണ്ട? ഞാൻ സാറിന കയ്യില് പറക്കും അങ്ങനെ. ഇത് കള്ളക്കളി. അതെ, കള്ളക്കളിയൊന്നുമില്ല. അല്ല, ഇതാണ് കള്ളക്കളി. അല്ല, ഒന്നും കൂടി ഉണ്ട്. അല്ല, ഒന്നും കൂടി നമ്മള് ഇല്ല, ഒറ്റ ഒന്നും കൂടി ഒരു കളി. ഇതന്നെ ഞാൻ ബാഗിലെ സാധനങ്ങൾ വരെ കൊണ്ടുവന്നു. ഇല്ല, ഇത് കള്ളക്കളി കഴിച്ചു നോക്കിയ. നിങ്ങൾ നേരിട്ടിരുന്ന് കണ്ടല്ലേ? ഇല്ല, അവര് കണ്ടിട്ടില്ല. ഒന്നും കൂടെ. പിന്നെ ചാലഞ്ച് എന്ത് ചാലഞ്ച്? ഇല്ല, ഒന്നും കൂടെ, ഒരു കളിയും കൂടെ. ഒരു കളിയും കൂടെ കളിച്ച് കഴിഞ്ഞിട്ട് നീ കളിക്കല്ലേ? തമാശ പറഞ്ഞു. ഇല്ല, കളിക്കല്ലേ നീക്ക് എന്റെ ആയിട്ട്. ഒരു മിനിറ്റ്, നമുക്കൊരു തീരുമാനത്തിലെത്താം. ഒരു കളി കൂടെ. എന്താ ഇല്ല, കിട്ടൂല. ആയിട്ട് അടുക്കുന്നാല് ഈടുന്നാലും മുറിക്കൽ. ഞാൻ കുറച്ച് വെട്ടി കയ്യിലിട്ടോളും. ഇല്ല, ഇനി ഫുള്ളും വെട്ടിക്കോ. പോയെ വെട്ടി മതി ഫുള്ള് ഷേവ് ചെയ്യണം. ഇല്ല, മതി, ഇത്ര മതി. ചലഞ്ച് പറഞ്ഞെങ്കിൽ അതന്നെ. പിന്നെന്തിനാ ചലഞ്ച്? എന്ത് സഫോദ് ഇങ്ങനെ പറയല്ലേ പെണ്ണോ, പ്ലീസ്. നോ, ചലഞ്ച് എല്ലാവരും എനിക്ക് കണ്ണീച്ചോരുണ്ടായിരുന്നു. ചലഞ്ചിലൊരു വെട്ടുവീഴ്ചയില്ല. ഇപ്പൊ ഇവിടെ വെച്ച് വെട്ടും ഫുള്ള് ഇടിയപ്പോഴൊക്കെ അല്ലേ? എന്താ ആവേശം നോക്കിയ? എന്താണ് ആവേശം? ഇത്ര വെട്ടിയില്ലേ പോരെ? ഇതെന്തിനാ? മേശയോ? അങ്ങോട്ട് കൊണ്ടണ്ട, ഇവിടെ വെച്ചേ. ഒരു ഇതിനാ വേണ്ടി തരാം. അതെ, നമുക്ക് ഒന്നും കൂടെ കളിച്ചു നോക്കുന്ന. ഒരു ഇതിനാ വേണ്ടി തരാം. ഒന്നും കൂടെ ഒറ്റ കളി. പൊന്നു സപ്പല്ലേ. പിന്നെന്ത്? ഇവിടെ ഇരിക്കാന്നെങ്കിൽ ഞാൻ ഒരു ഇത് വെട്ടിത്തരാം. കഷ്ടപ്പെട്ടിട്ട് വളർത്തിയ താടി. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് വെട്ടും. എന്നെ നമുക്ക് അടുത്ത ആഴ്ച കളിക്കട്ടാ. ഞാൻ കളി പഠിക്കാൻ പോവാ. അതിലൂടെ കുറച്ചും കൂടി ഇട്ടിട്ട് തൊലിവ് ഓൾറെഡി പറഞ്ഞോട്ടാ. എന്നെ നോക്കിട്ട്. അയ്യോ ഗൈസ്, സന്തോഷം.
സന്തോഷം നോക്കിയ പോകത്തുള്ള. ആ തൊലിമ കൊള്ളണ്ടി പറയണം. തൊലി പോയിട്ട് പറഞ്ഞിട്ട് എന്താക്കാൻ? അപ്പൊ കൊള്ളുമ്പോഴേക്കാന്ന് പറയണം. ആർക്കെങ്കിലും ബാർബർ ഷോപ്പിൽ മുടിയേട്ടാക്കാൻ ആള് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ആളുണ്ട്. കടയിൽ പോയാല് അടുത്തു കൂടെ പോണ ആളുടെ മേത്ത് തൊട്ടേനാ ടിഷ്യൂ കൊണ്ട് തുടക്കും. പിന്നെയാണ് ഇപ്പൊ താടി കെട്ടി കൊടുക്കല്. താടി വെട്ടാൻ പോയിട്ട് ഒരാളുടെ വിരലുമ്പോ പോലും തൊടാക്കുന്നത്. എന്താ പറഞ്ഞത്? സമ്മതിക്കില്ലല്ലോ. എന്തിന്? സോഡാൻ ആരെ നോക്കന്ത് തൊടണ? ഇപ്പൊ നല്ലുണ്ട്. ഇപ്പൊ നല്ലുണ്ടോ? എന്നാ മതി. ഇല്ല മതിയില്ലേ? എന്നോ ചലഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ ക്ലീൻ ഷേവില് പറയണ്ടായിരുന്നു. അല്ല ഞാൻ തോറ്റക്കുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ മൊട്ട ആയില്ലേ? എന്ത് ഫുള്ളുണ്ട്. എനിക്ക് വെട്ടാൻ പറ്റുന്ന ഞാൻ ഇങ്ങനെ വെട്ടുന്നതാണ്. കഷ്ടപ്പെട്ട് വളർത്തിയതാ വളർത്തി എന്താ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊന്ന് കൂമ്പാരം കുട്ടിയാ. സ്റ്റാൻഡേർഡ് വെക്കെങ്കില് ടൈം പിടിച്ചോണ്ടിരുന്നേ കാണും. ഫുള്ള് പോയി. സന്തോഷം നോക്കി എന്തോ ഇത് മുറിക്കാനുള്ള അടവ്. ആ തുമ്പ് മേനെ സെറ്റ് ആയിക്കോ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ചെയ്താൽ അതും കൂടി പോയാലോ. തൊലിയാണോ? തൊലി പോയെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും ഇങ്ങനെ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ തന്നെ പോറായി. നല്ല അത് അവിടെ ഇവിടെയും തോന്നി വെച്ചിട്ട്. ഇത് കാണുമ്പോ ബാർബറാര് എന്നെ വിളിക്കും, ബാർബർ ഷോപ്പിൽ ജോലിക്ക്. അതെ അതെ. നാളെ മുതൽ ഞാൻ മാസ്ക് ഇട്ടിട്ടേക്കും ഫുൾ നടക്കുന്നില്ലേ? നമ്മളധികം മാസ്ക് യൂസ് ചെയ്യും. ഇതെന്താ നാളുകളിലൊക്കെ പോയാൽ കൂടുതൽ മാസ്ക് യൂസ് ചെയ്ത് കൊറോണ ഉണ്ടായിട്ടൊന്നുമല്ല, പൊടിയുള്ളതുകൊണ്ട് മാസ്ക് യൂസ് ആക്കും. കളിക്കണം അങ്ങനെയൊക്കെ കൊണ്ടുപോകും. നീ കുറച്ചേരം ഓഫാക്കിക്കോ. നീ കുറച്ച് ഇവിടുന്ന് ക്ലീൻ ഷേവ് ആക്കിയിട്ട് കാണാം.
ഹാപ്പി ഹാപ്പി കുറച്ചും കൂടി മേനുടെ താടി കളഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ക്ലീൻ ഷേവ് ആക്കിയിട്ടില്ല തോന്നുന്നു. ഏ ക്ലീൻ ഷേവ് ആക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം. അപ്പം എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പോകാം. ഇതെന്താ ബീരപ്പനോ? ഇതെന്താ ഇങ്ങനെ ആക്കി? ബീരപ്പന മാതിരിയാക്കി എന്തിനാ? ഇവിടെ ലൈൻ ഇടാം. അങ്ങനെ ഞാൻ പ്രോ മാസ്റ്ററായി. കോണ്ടാക്ട് നമ്പർ അടിയിൽ കൊടുത്ത് പാറ്റ തന്നെ പാറ്റ വണ്ട് വില്ല തുറന്നല്ല പാറ്റ വന്നിട്ട് അടി അടിച്ച് വാ പേർച്ച്. അതന്നല്ലേ ഞാനും പറഞ്ഞു. ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എന്താണെന്നറിയോ, ഇതുപോലെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടാക്ട് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. വേണ്ടവർ ബന്ധപ്പെടുക. നമുക്ക് തോന്നുന്നു ലൈൻ വന്നു. ലൈൻ വരച്ചില്ലേ, ലൈന് വരച്ചു കൊടുക്കുന്നതാണ്. ജീവൻ വേണ്ടവർ മുങ്ങിക്കുക. 2 ലൈൻ ഇട്ടുതരാം. 2 ലൈനോ? ഒരു ലൈനെ തന്നെ സഹിക്കാൻ പറ്റൂല. ആയില്ലേ? ആയാ തോന്നുന്നു. ഇപ്പറില്ലേ? അപ്പുറം ഇല്ല. ഇത് വെറൈറ്റി. ഒരു സൈഡ് മാത്രം അതന്നെ കിട്ടി നമുക്ക്. ഇത് തൂക്കി വെക്കാം. ഞാൻ ഇവിടെ ഷേപ്പ് ആക്കണം. മേനു ലൈറ്റ് ഓഫ് ആക്കല്ലേ? സാറ് വലിയ മുടി. വാവ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് ലൈൻ കാണിച്ചു കൊടുക്ക്. ഓക്കെ, ഇതാണ് ഫോട്ടോ എടുത്ത് വെക്കണോ ഇതിലിടാൻ വേണ്ടിട്ട്. എന്നിട്ട് ബാർബർ ഷോപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫോട്ടോ എടുക്കാനാ? ഇതിനാ കാണിച്ചു കൊടുത്ത്. വളഞ്ഞു കുറച്ച്. അപ്പം ബ്ലേഡ് മറ്റേ ഇതെല്ലാം എടുത്തിട്ടോ. ബ്ലേഡ് ഇപ്പൊ വെള്ള തേച്ചിട്ട് വയസ്സം പോലെ ഉണ്ട്. വയസ്സനെ പോലെ സത്യാട്ടോ. വെള്ള തേച്ചിട്ടേ അതിന് വയസ്സായി ഇങ്ങനെ ഇരിക്കണേ. ഓ മൈ സ്വീറ്റ്. വേനുമില്ലേ ക്യാമറയിലും ഭംഗി ശരിക്കും. ഇതിപ്പോൾ ക്യാമറയിൽ അത്ര ഭംഗി കിട്ടുള്ള. ഇപ്പം ശരിക്കും നേരിട്ട് ഇപ്പം ഞാൻ കാണുമ്പോൾ നല്ല ഉണ്ട്. ഐഡിയ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. സ്പ്രേ ആണ്. നിക്ക് ആക്കല്ലേ, ഞാനിവിടെ ഒരു പണിയുണ്ട്. കാണാൻ പറ്റില്ല.
അപ്പോൾ ഗൈസ് മേനു മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. മുടിയോ? അയ്യോ സോറി, താടി ഫുള്ള് വടിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. സർപ്രൈസ്. എന്നിങ്ങനെ വിളിപ്പിക്കാൻ ആവുന്നല്ല ആക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് പിടിച്ചിട്ട് ഈ സാധനം മീശു അങ്ങോട്ട് വെപ്പിച്ചു. അപ്പം പിന്നെ കേതായിട്ട് ഞാൻ കുറേ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ മീശയും കൂടെ പോയെങ്കിൽ എന്തോ പോലെ ആവുമെന്ന് വിചാരിച്ചിട്ട് പറയുമ്പോൾ പറഞ്ഞു എന്നാൽ മീശ വെച്ചോ. പിന്നെ ഗെയിമിൻ്റെ ചാലഞ്ച് അങ്ങനെ ആയതാണെങ്കിലും മാപ്പ് തന്നു വെച്ചു അല്ലേ. ഇങ്ങനെ നടക്കണ്ടേ പുറത്തേക്ക്? ആര്? എൻ്റെ കൂടെ നടക്കണ്ടേ? എന്തായാലും ഞാൻ മാസ്ക് ഇടും. ചാറായി. എങ്ങനെയുണ്ട് ഗൈസ് പറയും ഈ കോലം എങ്ങനെയുണ്ട് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ? ആയ മുടിയൊന്നും വെട്ടാൻ ഏർപ്പാടാത്ത ഇനി ആയില്ല. സ്ട്രെയിറ്റ് ആക്കാൻ പറ്റിയ മുടി കുറേ പണികളുണ്ടായിരുന്നു, പ്ലാനിങ് ഉണ്ടായിരുന്നു. സ്ട്രെയിറ്റ് അല്ലാന്ന് ഇതെന്ന് താടിയെല്ലാം ഒന്ന് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ശരിക്കും നല്ലുണ്ട്. നല്ലേ ഉണ്ടാ ഞാൻ പഠിക്കുമ്പോ ഇങ്ങനെ പോണത് മേലെ പിടിച്ചോ. അപ്പം അങ്ങനെ നമ്മളെ
ചലഞ്ച് ഏറ്റെടുത്ത് ഫൈലായിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നല്ല ലേറ്റായി, ഒന്നാമത് കിടന്നുറങ്ങണം. ഉറക്കം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ കുറച്ച് വ്ളോഗ് ചെയ്യണം, കുറച്ച് പരിപാടിയുണ്ട്. കാരണം നാളെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ എന്തായാലും പ്ലാനാക്കിയാണ്. അപ്പം നാളെ ഒന്ന് പോകണം. അപ്പം അതുകൊണ്ട് ഫുള്ള് മാസ്ക് ഇടും. അപ്പൊ എല്ലാരും ഇനി കൊറോണ ആണോ മാസ്ക് ഇട്ടതെന്ന് ചോദിക്കണ്ടാവും. എക്സാക്ട്ലി. ഞാൻ അധികം ഇടലുണ്ട് മാസ്ക്, നോർമലി പുറത്തു പോകുമ്പോൾ ഇടലുണ്ട്. ഫുള്ള് പൊടി. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.